സീറ്റിലുടക്കിയുള്ള ചാട്ടം ഇനിയും അവസാനിച്ചിട്ടില്ല, അത് ഇന്നും തുടരുകയാണ്. ഇന്ന് മുന്നണി വിട്ടവർ കൃത്യമായ എതിർപ്പാളയത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. ആരും ചാട്ടം പാതി വഴിക്ക് അവസാനിപ്പിച്ചിട്ടുമില്ല. നേതൃത്വത്തോടുള്ള അതൃപ്തി, സ്ഥാനാർത്ഥിയാകാത്തതിലെ അഥവാ സീറ്റ് കിട്ടാത്തതിലെ അതൃപ്തി, ഇതൊക്കെയാണ് ഇന്നത്തെ ചാട്ടങ്ങളുടെയും കാരണം. രാഷ്ട്രീയത്തിൽ ആദർശമാണെല്ലാം എന്ന് പറയുമ്പോഴും എല്ലാ മുന്നണിയിലും സീറ്റ് എന്നതിലേക്ക് വരുമ്പോൾ പലരും അതൃപ്തരാകാറുണ്ട്. ഇന്നത്തെ കൂറുമാറ്റങ്ങളിലേറെയും സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തരായവരാണ്. മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് കോർപ്പറേഷൻ മുൻ കൗൺസിലർ കെ റംലത്ത് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. മൂന്നാലിങ്കലിൽ നിന്ന് RJD സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുക. റംലത്തിനൊപ്പം പാർട്ടി വിട്ട ലീഗ് പ്രവർത്തകരും RJDയിൽ ചേർന്നിട്ടുണ്ട്. അടുത്ത കാലമാറ്റം അങ്ങ് ആലപ്പുഴയിലാണ്. ആലപ്പുഴ DCC അംഗവും വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ VM അമ്പിളിമേനോൻ BJP അംഗത്വം സ്വീകരിച്ചു. കായംകുളം നഗരസഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കാമെന്ന വാഗ്ദാനം പാലിക്കാത്തതിനെ തുടർന്നാണ് പാർട്ടി വിട്ടത്. ആലപ്പുഴയിൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ആള് മാറിയെങ്കിൽ തൃശൂരിൽ BJPയിൽ നിന്നും കോൺഗ്രസിന്റെ പിന്തുണയോടെയുള്ള വിമതനാണ് ഉണ്ടായത്. തൃശൂർ അരിമ്പൂരിൽ BJP നേതാവ് വിമതനായി മത്സരിക്കും. മുൻ സ്ഥാനാർത്ഥിയും പ്രാദേശിക BJP നേതാവുമായ ശശീന്ദ്ര അനിൽകുമാറാണ് കോൺഗ്രസ് പിന്തുണയോടെ വിമത സ്ഥാനാർത്ഥിയായി മത്സരത്തിനൊരുങ്ങുന്നത്. സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ശശീന്ദ്രയുടെയും തീരുമാനം. ഇതിനിടെ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടൻ BJPയിൽ ചേർന്നു. സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നീക്കം. കോഴിക്കോട് അഴിയൂരിൽ ദമ്പതികളാണ് കോൺഗ്രസ് വിട്ട് BJPക്കൊപ്പം ചേക്കേറിയത്. മഹിളാ കോൺഗ്രസ് അഴിയൂർ മണ്ഡലം പ്രസിഡന്റ് മഹിജ തോട്ടത്തിലും നിലവിൽ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ തോട്ടത്തിൽ ശശിധരനുമാണ് BJP അംഗത്വമെടുത്തത്. ഇതിൽ ഏറ്റവും രസകരം കണ്ണൂരിൽ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് BJPയിൽ ചേർന്നതാണ്. പാനൂർ മുനിസിപ്പൽ കമ്മിറ്റി കൗൺസിലർ ഉമർ ഫറൂഖ് കീഴ്പ്പാറയാണ് BJPയിൽ അംഗത്വമെടുത്തത്. ന്യൂസ് ഡെസ്ക്